ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്. പ്രിയ സിസ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ദുബൈയിലായിരിക്കുന്ന മകന് ലൈസൻസ് വേഗത്തിൽ ലഭിക്കുകയും തൻ്റെ ജോലിയിൽ ദൈവം തന്നെ മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ മകള് വിദേശത്തൊരു ജോലിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. വിസ വേഗത്തിൽ ലഭിക്കേണ്ടതിനായിട്ട് അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ മൂന്നാമത്തെ വിഷയം തൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറി ഇവരോട് കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കേണ്ടതിനായിട്ട് ദൈവസഭയിലേക്ക് കടന്നു വരേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ആ വ്യക്തിയുടെ ഇടപെടലും നടപ്പിലെല്ലാം വലിയ വ്യത്യാസം ദൈവം പകരേണ്ടതിനായിട്ട് പൂർണ്ണമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ ഈ എപ്പിസോഡ് ചെയ്യുന്ന സഹോദരിയുടെ ജീവിതത്തിനകത്തൊരു ഉയർച്ച, സമാധാനം, സന്തോഷം, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വെളിപ്പെടേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് നടന്നു കഴിയുമ്പോൾ തന്നെ ഈ കുടുംബത്തിനൊരു സാക്ഷ്യം വെളിപ്പെട്ട് വരും. കാരണം ഇതുവരെയും ഈ എപ്പിസോഡിൽ നടക്കുന്നത് അനേകരുടെ വിടുതലുകൾ കണ്ടുകൊണ്ടാണ്. കർത്താവേ, ഇത് ഞങ്ങളുടെ കഴിവല്ല, അങ്ങയുടെ സുവിശേഷത്തിൽ, അങ്ങയുടെ സത്യസുവിശേഷത്തിന് വേണ്ടി കരം നീട്ടുന്ന, അങ്ങയുടെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കരം നീട്ടുന്ന ഓരോ മക്കൾക്കും അങ്ങ് കടക്കാനല്ലാത്തത് കൊണ്ട് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കണ്ണുകളൊന്ന് അടച്ചു നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ സഹോദരിയും കുടുംബത്തെ മാനിക്കണമേ അപ്പ. പ്രത്യേകിച്ച് ദുബൈയിലായിരിക്കുന്ന മകന് ലൈസൻസ് ലഭിക്കണം. ദൈവത്തിൻ്റെ കരം ആ മകൻ്റെ തടസ്സങ്ങളെ നീക്കണം അപ്പ. ആ ജോലിയിൽ ഉയർത്തണമേ അപ്പ. മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഒരു വിടുതൽ തമ്പുരാൻ കൊടുക്കണമേ അപ്പ. ദൈവത്തിൻ്റെ കരം വെളിപ്പെടുത്തണമേ അപ്പ. ആ വിസ തന്നെ കയ്യിൽ ഏൽപ്പിക്കുന്നതിനായി നന്ദി. ഹസ്ബൻഡിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാന ശക്തി ക്യാൻസലാകട്ടെ കർത്താവെ, അത്ഭുതം ചെയ്യണമേ. ആ മകന് മാനസാന്തരം കൊടുക്കണമേ. സഭയിലേക്ക് കടന്നുപോയി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ പകരണമേ അപ്പ. സ്വഭാവത്തിന് വലിയ വ്യത്യാസം കൊടുക്കണമേ. പ്രിയ സിസ്റ്റനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ മാനിക്കണേ, ഉയർത്തണമേ അപ്പ. അത്ഭുതകരം വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. അത്ഭുതം വെളിപ്പെടുത്തിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനത്തിൻ്റെ വലിപ്പം നമുക്ക് ഒരുമിച്ച് തിരിച്ചറിയാൻ കഴിയണം. കാരണം യേശു കർത്താവ് തൻ്റെ വാമൊഴി കൊണ്ട് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും കൊണ്ട് അത്രേ ജീവിക്കുന്നത് എന്ന് വ്യക്തമായി നമ്മെ ഓർപ്പിച്ചതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് ഈ വചനത്തിനകത്ത് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. 119 സങ്കീർത്തനം 105 വാക്യം പറയുക, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനത്തെ നിങ്ങൾ അതേപോലെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ വചനശക്തി. 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, വേഗത്തിൽ ഓടുന്ന അവൻ്റെ വചനം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവിടേക്ക് ഇതാ വേഗത വർദ്ധിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിച്ചേ, എൻ്റെ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കരകയറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ഏതൊക്കെയോ വ്യക്തികൾ എന്നെ നോക്കി പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇന്ന് ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ആലോചന, ഈ വചനം നിങ്ങളെ കരകയറ്റുന്നതാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഡോക്ടറിന് തരാൻ പറ്റാത്ത സൗഖ്യം ഇന്ന് ഈ വചന കേൾവി നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരും. കാരണം എന്താണെന്നറിയോ? യേശു കർത്താവ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ വചന സന്ദേശത്തിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം, അനേക ഭക്തന്മാർ, അനേക വിശുദ്ധന്മാർ, അനേക പേര് കേട്ടവർ, അനേക ഉന്നതന്മാർ മരിച്ചിട്ട് കല്ലറകളിൽ ഉറങ്ങുമ്പോൾ എൻ്റെ കർത്താവ് വിളിച്ചു പറയുന്നു, അവൻ മരണത്തെ ജയിച്ച് ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇസ്രായേൽ മാത്രം ഒരു കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ 35 വയസ്സിൽ ജോലി വിട്ട് കർത്താവിനെ സേവിക്കാൻ കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു എന്ന് മനസ്സിലായത് കൊണ്ടാണ്. നിങ്ങൾ വിശ്വസിച്ച് അനേക ഭക്തന്മാർ, അനേക മതങ്ങളെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം,
ദൈവം ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഇന്ന് ഈ ബൈബിളിൽ കൈവച്ച് പറയുകയാണ്, യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. യേശു ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയിൽ ഒരാളാണ് ഞാൻ. കാരണം ലോകം എന്നോട് പറഞ്ഞതാണ് 30 ദിവസത്തിന് മേളിൽ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ലെന്ന്. എന്നാൽ അവിടെ നിന്ന് 2017 മുതൽ തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് 8 വർഷത്തോളം ആകുന്നു കർത്താവിൻ്റെ കരമ എന്നെ മുമ്പോട്ട് നടത്തുന്നത്. നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. യിരെമ്യാവ് 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ച് വചനത്തിനകത്തോട്ടൊന്ന് കയറാം. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് അരുൾ ചെയ്തു. പ്രിയരെ, ഈ വചനം നിവർത്തീകരിക്കേണ്ടതിനായിട്ട് വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ വചനം ഏറ്റെടുക്കുമ്പോൾ ഈ വചനം നിവർത്തീകരിക്കേണ്ടതിന് നമ്മുടെ ദൈവം തന്നെ ഇന്ന് ഈ വചന കേൾവിയിൽ ജാഗരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവം നിന്നിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? 18 വർഷമായി ബന്ധിച്ച് കൂനിയാക്കിയവളെ എൻ്റെ യേശു കർത്താവ് സ്പർശിച്ചപ്പോൾ അവൾ നിവർന്നു വന്നു. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, നയനിലെ വിധവ കരഞ്ഞുകൊണ്ട് ഇനി ആരുമില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ആ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് അവിടെ കണ്ണുനീര് തുടച്ചവൻ ഇന്ന് നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ബലാത്കാരികളുണ്ടെങ്കിൽ അവനെ തൊട്ടവരും അവൻ തൊട്ടവരും വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ബലാത്കാരികൾ എൻ്റെ കൂടെ വിശ്വസിക്കാമെങ്കിൽ പറഞ്ഞോ, ആ രക്തസാവസ്ത്രീ പറഞ്ഞതുപോലെ ഞാൻ തൊട്ടാൽ രക്ഷപ്പെടും. നിങ്ങൾ ദൈവം നിങ്ങളെ സ്പർശിക്കുന്നത് നോക്കി നിൽക്കാതെ, ദൈവമേ എന്നെ തൊടണമേ എന്ന് പറഞ്ഞുകൊണ്ട് യായിറോസ് ആ പാദപിടത്തിൽ മുറുകെ പിടിച്ചതുപോലെ നിങ്ങൾക്കും ആ പാദപിടത്തെ മുറുകെ പിടിക്കാൻ പറ്റും. എൻ്റെ കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ നിലകളിൽ ശ്രദ്ധിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ മരണവും ഉയർപ്പിനെ കുറിച്ചൊക്കെയാണല്ലോ ചിന്തിക്കുകയും ലോകം മുഴുവൻ വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ആചരിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. നമ്മളും ഇന്ന് വിശ്വസിക്കുന്നത് യേശു എനിക്ക് വേണ്ടിയാണ് ഈ താഴെഭൂമിയിലേക്ക് വില കൊടുത്ത് ഇറങ്ങി വരികയും എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ മറവിലയായി തീർന്നത് എന്നുള്ളത്. എന്നെ കേൾക്കുന്നവരെ, ദൈവം തന്ന ഏറ്റവും വലിയ വിലയെക്കുറിച്ചാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. വില കൊടുത്തവനെ ഉയർത്തുന്ന ഒരു ദൈവം. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഇന്നത്തെ ഈ വചന ചിന്തയിലേക്ക് വളരെ ശ്രദ്ധയോടെ കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരെ, പിതാവ് വലിയൊരു സ്നേഹമാണ് നമ്മിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ മടിയിലിരുന്ന പുത്രനെ, തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി മറവിലയാക്കി തീർത്തു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനം ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷേ പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പഴയ നിയമവും പുതിയ നിയമവും ആഴമായി പഠിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും. പഴയ നിയമത്തിൽ പിതാവ് അല്ലെങ്കിൽ അപ്പ എന്ന് വിളിക്കേണ്ട ഒരു പദവി എനിക്കും നിങ്ങൾക്കും വെളിപ്പെട്ടതായി കാണുന്നില്ല. എന്നാൽ ഇതാ പുതിയ നിയമത്തിൽ മടിയിൽ നിന്ന് പുത്രനിലൂടെ എനിക്കും നിങ്ങൾക്ക് ഒരു പദവി വെളിപ്പെട്ട് വരികയാണ്. അതൊരു വലിയ വിലയാണ്. ആ ക്രൂശിൻ്റെ വില, അവസാനത്തുള്ളി രക്തവും തന്നുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരമായി എന്നെയും നിങ്ങളെയും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റി പുത്തൻ പാറമേൽ നിർത്തി നമ്മുടെ നാവിൽ ഒരു പദം തന്നു. അപ്പാ അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിക്കേണ്ട ആ പദവി വെളിപ്പെട്ടത് ക്രൂശിൽ മേലാണ്. ക്രൂശിൽ നിങ്ങൾ നോക്കിയേ, പിതാവേ എന്നെ കൈവിട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് പുത്രൻ നിലവിളിക്കുന്നത് കാണാൻ പറ്റും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 46-47 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ആഴം ഒന്നുകൂടെ കാണാൻ പറ്റും. ഏലി ഏലി ലാമ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നർത്ഥം. അതിൻ്റെ 50-ാമത്തെ വാക്യം, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കാൽവരി ക്രൂശിൽ അവസാന ജീവൻ നിൽക്കുമ്പോൾ യേശു കർത്താവ് പിതാവെ നല്ല വിളിച്ചത് ദൈവമേ എന്ന് വിളിച്ചു. ആ വിളിക്കകത്ത് പിതാവ് മുഖം മറച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും കാണുകയാണ്. ഇതാ പുത്രൻ അവിടെ കിടന്ന് ദൈവമേ എന്ന് വിളിക്കുന്നു. ആ വിളിക്കകത്തൊരു കൈമാറ്റം നടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു. എന്നെ കേൾക്കുന്നവരെ, നമുക്കൊരുമിച്ച് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അപ്പാ എന്ന് വിളിക്കുവാൻ ദൈവ പൈതൽ എന്നുള്ള അധികാരം തരികയാണ്. എപ്പോഴാണ് ഈ അധികാരം വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ക്രൂശിലാണ് ഈ അധികാരം വെളിപ്പെട്ടു വരുന്നത്. ക്രൂശിൽ കിടക്കുന്ന യേശു ഈ ഭൂമിയിൽ 3.5 വർഷം ജീവിച്ചപ്പോഴെല്ലാം
തൻ്റെ പിതാവിനെയാണ് വെളിപ്പെടുത്തിയത്. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്നും പിതാവെ നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞത്. ഇതാ പരീക്ഷന്മാരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ തന്നെ കണ്ട മുഴുവൻ ജനത്തോടും തൻ്റെ പിതാവിനെ അവൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ക്രൂശിൽ മാത്രം ദൈവമേ എന്നൊരു ആഴമേറിയ നിലവിളി വെളിപ്പെട്ടു വരികയാണ്. ആ നിലവിളിക്കകത്ത് വലിയ ആഴം വെളിപ്പെട്ടിരിക്കുകയാണ്. പിതാവിത മുഖം മറച്ച് എനിക്ക് നിങ്ങൾക്കൊരു പദവി തരുന്നു. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് എന്നെയും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ ക്രൂശിലൂടെ പിതാവിന് ഏകജാതനല്ല, അവൻ ആദ്യജാതനായി തീരുകയാണ്. വിശ്വസിക്കുന്ന അനേകം മക്കൾ, അനേക പുത്രന്മാർ ഇന്ന് പിതാവിനുണ്ട്. കാരണം യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കണം. എൻ്റെ യേശു തന്ന വില, ആ വിലയ്ക്കകത്ത് നിങ്ങളുടെ വലിപ്പമുണ്ട്. ഒന്നുകൂടെ നോക്കിയാൽ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. ഈ വചന കേൾവിയിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അളവില്ലാത്തൊരു സ്നേഹം. ഒന്നുകൂടെ പറഞ്ഞാൽ വേറൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്, ലാവിഷ് ലവ്. എവിടെയാണ് ഈ ലാവിഷ് വെളിപ്പെടുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിനായിട്ട്, ചില വിവാഹങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ വിവാഹം ഭയങ്കര സമൃദ്ധിയിലായിരിക്കും നിൽക്കുന്നത്. നമ്മളത് അറ്റൻഡ് ചെയ്തിട്ട് പറയും ഭയങ്കര ലാവിഷായിരുന്നു. ഇതേപോലെ തൻ്റെ മടിയിലിരുന്ന പുത്രനെ വില തന്നുകൊണ്ട് എൻ്റെ കർത്താവ് പറഞ്ഞു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം. അറിയുക, വെറും സ്നേഹമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, എത്ര വലിയ സ്നേഹം, ഒരു വില കൊടുത്ത സ്നേഹം. സ്നേഹത്തിനകത്തൊന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഭാര്യ ഭർത്താവാകാം, മക്കളാകാം, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, സ്നേഹം ഉള്ളിൽ വെക്കാനുള്ളതല്ല കേട്ടോ. എന്നെ കേൾക്കുന്ന ആരോടോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മരിച്ചു കിടക്കുന്ന ആ ശരീരത്തിന് മുമ്പിൽ ചെന്ന് ഭയങ്കരമായി നിലവിളിച്ചു എല്ലാം പോയല്ലോ എന്ന് പറയല്ല. ജീവിച്ചിരിക്കുമ്പം ഒരു നല്ല വാക്ക് പറയാൻ, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളുടെ ദൈവദാസനെ നോക്കി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഹല്ലേലൂയ ഒരു നല്ല വാക്ക് പറയാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിപ്പമുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ, ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കാരണം ഒറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ, ദൈവത്തിൻ്റെ നാമം ഉയരണം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ പിതാവ് വലിയ സ്നേഹം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ വലിയ സ്നേഹം പുത്രൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പല സാധനങ്ങളും വാങ്ങിക്കുവാൻ ഷോപ്പിൽ പോകുന്നവരാണ്. പ്രത്യേകിച്ച് മൊബൈലൊക്കെ വാങ്ങിക്കാൻ ചെല്ലുന്നവർ മൊബൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ കുറഞ്ഞ മൊബൈൽ കാണാം, ഏറ്റവും കൂടിയ ഐഫോൺ വരെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ വിലയ്ക്കനുസരിച്ച് അതിനകത്ത് ഫങ്ഷനുകൾ കൂടുതലായിരിക്കും. ഹല്ലേലൂയ. അതിൻ്റെ ആപ്ലിക്കേഷനുകൾ ഒത്തിരി അധികമായിരിക്കും. എന്നെ കേൾക്കുന്നവരെ, ഒരു കോള് മാത്രം വിളിക്കാൻ ആവശ്യമുള്ള ഒരു വ്യക്തി ഐഫോൺ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ഐഫോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. മെയിൽ അയക്കാൻ പറ്റും, വാട്സാപ്പ് അയക്കാൻ പറ്റും, ഫേസ്ബുക്ക്, ഇങ്ങനെ അല്ലെങ്കിൽ യൂട്യൂബ്, ഇങ്ങനെ ഒത്തിരി ഫങ്ഷനുകളുള്ള ഒരു മൊബൈലാണത്. ആ നിലയിൽ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ വില ഭയങ്കര കൂടിയതായിരിക്കും. കാരണം അതിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മൂല്യം കൂടുതലായിരിക്കും. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഇതേപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന ആരോ വില കുറച്ച് നിങ്ങളെ കാണുമ്പോൾ, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല, ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് തന്നെത്താനെ താഴ്ത്തുമ്പോൾ സ്വർഗം വിളിച്ചു പറയുന്നു, പുത്രനായ യേശുവിൻ്റെ രക്തമാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. ആ വിലയ്ക്കകത്ത് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവേ അങ്ങ് എനിക്ക് തന്ന വിലയെ ഞാൻ തിരിച്ചറിയാണ്, അങ്ങ് എനിക്ക് വേണ്ടി മുടക്കിയ ആ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയാണ്. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? ഇതാ പുത്രനെ തന്നെങ്കിൽ, സ്വർഗത്തിലെ ഏറ്റവും വിലയുള്ള തൻ്റെ മടിയിലിരുന്ന പുത്രനെ എനിക്ക് നിങ്ങൾക്ക് മറുവിലയായി തന്നെങ്കിൽ, ആ പുത്രനേക്കാൾ വിലയായി വേറെ ഒന്നും പിതാവിനില്ല കേട്ടോ. ഇന്ന് നിങ്ങളുടെയും എൻ്റെയും വിലയൊന്ന് തിരിച്ചറിയുക. നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട ആളാണ്, നിങ്ങൾ എലക്ട് ചെയ്യപ്പെട്ട ആണ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും നിങ്ങൾ ദൈവത്താൽ ദത്തെടുക്കപ്പെട്ട ആളാണെന്ന് എഫേസ്യ ലേഖനം വിളിച്ചു പറയുന്നു. ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നിങ്ങളെ അവൻ തിരഞ്ഞെടുത്തതാണ്. അവനിൽ നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. അവൻ്റെ രക്തത്താൽ ഞാനും നിങ്ങളും അഡോപ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. ഹല്ലേലൂയ.
അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മാതാപിതാക്കൾ, എൻ്റെ അറിവിലുള്ള കാര്യമാണ്, ഒരു ഓർഫനേജിൽ ചെന്നാൽ ഒരു 50 കുഞ്ഞുങ്ങളുടെ ഫോട്ടോ കാണിക്കുമായിരിക്കും. അതിനകത്ത് അവരിഷ്ടപ്പെട്ടതിനെയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഒരു തുണിക്കടയിൽ നിങ്ങൾ ചെന്ന് ഒരു ഷർട്ടോ അല്ലെങ്കിൽ സഹോദരിമാരൊരു സാരിയോ വാങ്ങിക്കുമ്പോൾ കണ്ണി കാണുന്ന ഒന്നല്ല എടുത്തുകൊണ്ട് വരുന്നത്. 1000 ഷർട്ടുകൾ കിടക്കുന്നതിനകത്തുനിന്ന് ഏറ്റവും വിലയുള്ളതാണ് അവർ ഒന്ന് തിരഞ്ഞെടുക്കുന്നത്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ ജാതികളെ പോലെ അല്ല കേട്ടോ. എൻ്റെ ദൈവം നിങ്ങളെ കണ്ടു എന്നുള്ള ഭയങ്കര ബോധ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മേളിൽ എൻ്റെ യേശു ഒരു വില മുടക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ നശിക്കുകയല്ല, നിങ്ങൾ ദൈവത്താൽ ഉയരാൻ പോവുകയാണ്. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ വില നിങ്ങൾ തിരിച്ചറിയുക. രക്തത്തിൻ്റെ വലിപ്പം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. അറിയാം, എൻ്റെ കർത്താവ് കൊടുത്ത വില 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക്. വ്യർത്ഥവും പ്രതിർപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. 19-ാമത്തെ വാക്യം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നെ കേൾക്കുന്നവരെ, ഈ 2 വചനം വായിക്കുമ്പോൾ വ്യർത്ഥവും പ്രതിർപാരമ്പര്യമുള്ള എൻ്റെയും നിങ്ങളുടെയും നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് അഴിഞ്ഞു പോകുന്ന വെള്ളിയോ പൊന്നോ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ്. ആ രക്തത്തിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാ തെള്ളപ്പെട്ടു പോയ, അടിമത്വത്തിലേക്ക് പോയ ആ ജനത്തെ അല്ലെങ്കിൽ മാനകുലത്തെ തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുകയാണ്. ഇന്ന് തകർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് മുൻപോട്ട് പോകാൻ പറ്റാത്ത രോഗത്തിൻ്റെ അനുഭവത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തിൽ ക്ലെയിം ചെയ്തുകൊണ്ട് പറയണം, കർത്താവേ, അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാണ് ഞാനിപ്പോൾ സൗഖ്യമാകുകയും ഞാനിപ്പോൾ മുമ്പോട്ട് ജീവിക്കുകയും ചെയ്യേണ്ടത് അങ്ങയുടെ രക്തത്തിൻ്റെ വലിപ്പമാണ്. അതൊന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് ക്ലെയിം ചെയ്തേ. ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വില വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പിശാചിന് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല നിങ്ങൾ. തകർന്ന് തരിപ്പണമായി കടബാധ്യതയിൽ സൂയിസൈഡിൻ്റെ ആളല്ല നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലെയിം ചെയ്തോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് ജയമുണ്ട്. കാരണം അവൻ മുടക്കിയ വില വലിപ്പമുള്ളതാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഈ വചനത്തിനകത്ത് ആഴമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഇതാ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും എൻ്റെ കർത്താവ് യോഗ്യനായി. കർത്താവിൻ്റെ വലിപ്പമുള്ള രക്തം കൊണ്ട് അവൻ സർവ്വഗോത്രത്തിലും സർവ്വവംശത്തിലും സർവ്വജാതിയിലുള്ളവരെ അവൻ്റെ രക്തത്താൽ അവൻ വിലയ്ക്ക് വാങ്ങി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ വിലയും എൻ്റെ യേശു തൻ്റെ രക്തത്തിൽ മുടക്കിയിട്ടുണ്ട്. ഇനിയും ശത്രു അവകാശം പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വില മുഴുവൻ എൻ്റെ യേശു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ, നിങ്ങളുടെ ഉയർച്ചയുടെ, നിങ്ങളുടെ വിടുതലിൻ്റെ വില എൻ്റെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നെയും നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഈ 3 വാക്യങ്ങളൊന്ന് ചേർത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വ്യർത്ഥവും പാരമ്പര്യമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ലെസ് ആയിപ്പോയ, നഷ്ടപ്പെട്ടു പോയ എന്നെയും നിങ്ങളെയും തൻ്റെ രക്തത്താൽ വില കൊടുത്തവൻ വിലയ്ക്ക് വാങ്ങി. ഒന്നുകൂടെ പറഞ്ഞാൽ, പാരമ്പര്യമായി മതത്തിൻ്റെ അനുഭവം പറയുന്ന, വംശത്തിൻ്റെ അനുഭവം പറയുന്ന, പാരമ്പര്യമായി പറയുന്ന എല്ലാ മേഖലയിൽ നിന്നും തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ഇതാ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായവൻ തൻ്റെ രക്തത്താൽ എന്നെയും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഈ 2 വാക്യങ്ങൾ ആഴമായി ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്കിപ്പം ക്ലെയിം ചെയ്യാൻ പറ്റും, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വന്ന എല്ലാ എതിർപ്പുകളും, ആ ശാപം, ആ കടഭാരം, ആ രോഗബന്ധനങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാകാൻ പോവുകയാണ്. നിങ്ങളത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ച് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആഴമേറിയ ഒരു വിലയാണ് ഇപ്പോൾ നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരുന്നത്. നിങ്ങൾ സ്വീകരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇതാ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് മുഴുവൻ കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. ഇതിനൊക്കെയും കാരണഭൂതൻ ദൈവം തന്നെയെന്ന് വചനം വ്യക്തമായി പറയുന്നു. നിങ്ങൾ പുതിയതായി തീരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. കഴിഞ്ഞ കാല ജീവിതത്തിനകത്തുനിന്ന് ഇനിയൊരു മോചനമില്ലെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏശയ്യാവ് 43-ാം അധ്യായം
അതിൻ്റെ 19-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിങ്ങൾക്കായി പുതിയതായി ഒന്ന് ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് പുതിയത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് താഴമേറിയ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. അതേ നിലയിൽ തന്നെ രക്തത്താൽ നമുക്ക് പിതൃ പാരമ്പര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ നിന്ന് വംശം, മതം, ഈ പറയുന്ന എല്ലാ മേഖലയിൽ നിന്നും അവകാശങ്ങളെ പൂർണ്ണമായി തീർത്തുകൊണ്ട് രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്നുള്ള ബോധ്യം അത് ഇപ്പോൾ ചിലവരുടെ ഉള്ളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് തന്നെ ചിലതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ജയം ഉണ്ടാകാൻ പോവുകയാണ്. ചിലതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ജയം വെളിപ്പെട്ട് കഴിഞ്ഞു. ഈ നിലയിൽ തന്നെ ഗലാത്യ ലേഖനം വ്യക്തമായി പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിൽ നിന്ന് നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി. ആ ശാപങ്ങൾ മുഴുവൻ ഇപ്പോൾ വിശ്വസിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറിപ്പോകാൻ പോവുക. കാരണം മുഴുവൻ വിലയും കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തവും കൊടുത്തുകൊണ്ട് എൻ്റെ കർത്താവ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവെ, അങ്ങ് തന്ന രോഗസൗഖ്യം എൻ്റെ ദാനമാണ്, അങ്ങ് തന്ന ഉയർച്ച എൻ്റെ ദാനമാണ്, അങ്ങ് തന്ന വിടുതൽ എൻ്റെ ദാനമാണ്, അങ്ങ് തന്ന നിത്യജീവൻ എൻ്റെ ദാനമാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്ത് തിരിച്ചറിയേണ്ടത്, ഈ ലോകത്തെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിനകത്ത് നിൽക്കുന്നതെല്ലാം അല്പമാണ്, അല്പസുഖം. മനുഷ്യന് ഇനി എന്തെല്ലാം ഉണ്ടെങ്കിലും അവൻ അല്പനേരത്തേക്ക് ആ സുഖം കാണത്തുള്ളൂ. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുകയാണ്, ആ വില തന്ന കർത്താവ് നമ്മെ അല്പമാക്കി തീർക്കുകയല്ല. നിങ്ങളോട് യേശുവിന് പറയാനുള്ളത്, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാം നാളും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മെ വിട്ടുപിരിയാത്തൊരു സ്നേഹം, അടുത്ത ലോകത്തിൽ നാം അവൻ്റെ കൂടെയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അല്പം എന്നുള്ളത് ദൈവം മാറ്റി. ഇനിയെല്ലാം നിത്യമാണ്. നിത്യ സമാധാനം, നിത്യ സ്നേഹം, നിത്യ വിടുതൽ നിന്റെ മേളിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആഴമേറിയ രക്തത്തിന്റെ വിടുതൽ നാം തിരിച്ചറിയാം. ഒന്നുകൂടെ ഈ വാക്യത്തിന്റെ ആഴത്തിനകത്ത് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, യേശു കർത്താവ് എന്തിനാണ് ഈ താഴെഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്നും കാൽവരി ക്രൂശിൽ എനിക്ക് നിങ്ങൾക്ക് മറുവിലയായെന്ന് ചോദിച്ചാൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന എന്നെ നിങ്ങളെയും അവൻ വിടുവിച്ചു. 1, പാരമ്പര്യത്തിൽ നിന്ന് അവൻ വിടുവിച്ചു. 2, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ വിടുവിച്ചു. 3, ഇതാ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നു, ഉള്ളിൽ ഭയമുള്ള, എന്ത് ചെയ്താലും തോൽക്കുമെന്നും എന്ത് ചെയ്താലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ള മരണഭീതിയിൽ നിൽക്കുന്ന ചിലവർ ഇപ്പോൾ യേശുവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ചുകൊണ്ട് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവർ ഇന്ന് ഞാൻ ആരോടൊക്കെയോ വിളിച്ചു പറയുന്നു. രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നവരോട് ഞാൻ ആഴമായൊരു പദം വിളിച്ചു പറയുകയാണ്, എന്നെ തിന്നുന്നവൻ എൻ മുഖാന്തരം ജീവിക്കും. തിരുമേശ അറ്റൻഡ് ചെയ്യുന്നവരോട്, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നവരോട് തമ്പുരാന് പറയാനുണ്ട്, അവർ മരിച്ചാലും ജീവിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ എൻ്റെ ദൈവം നിനക്കും എനിക്കും തന്ന വലിയ പദവിയെ തിരിച്ചറിയാൻ തയ്യാറാകണം. ക്രൂശിൽ അവൻ തന്ന വിലയെ തിരിച്ചറിയാൻ തയ്യാറാകണം. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, യേശു കർത്താവ് താഴെഭൂമിയിലേക്ക് ദൈവസമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെത്താനെ അനുസരണമുള്ളവനായി തീർന്നതായി നമുക്ക് കാണാൻ പറ്റുന്നു. യേശു കർത്താവ് കൊടുത്ത ആ വലിയ വില, കാരണം ദൈവമായിരിക്കെ ദൈവസമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഉയരാൻ എപ്പോഴും ആഗ്രഹിക്കത്തുള്ളൂ. ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻ്റെ കർത്താവ് കൊടുത്ത വില ഭയങ്കര വലിപ്പമുള്ളതാണ്. ആ വിലയ്ക്കകത്തൊന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവെ, അങ്ങ് തന്ന വലിയ വിലയ്ക്കായിട്ട്, ഹല്ലേലൂയ. അങ്ങനെ ക്രൂശോളം അനുസരണമുള്ളവനായി തീരുമ്പോൾ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഈ വാക്യം കേൾക്കുമ്പോൾ ഒരു വശം നിങ്ങൾ താഴ്ചയിലായിരിക്കാനാണ് കേൾക്കുന്നത്. ഉയർച്ചയുടെ രഹസ്യം പറയട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത് നിശ്ചയമാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, എങ്ങും എതാതെ ആരും അറിയാതെ നിൽക്കുന്ന ചിലവരെ യേശുവിൻ്റെ നാമത്തിൽ അറിയപ്പെടാൻ പോവുകയാണ്. നീ ഉയരാൻ പോവുകയാണ്. ഞാൻ ഇനി പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ പറയാം. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. എൻ്റെ ബന്ധുക്കാർ മാത്രം അറിയാവുന്നു, എൻ്റെ പട്ടണക്കാർക്ക് മാത്രം അറിയാവുന്ന എന്നെ
ഇത്രത്തോളം ഉയർത്താൻ കാരണം യേശുവിനെ ഞാൻ അറിഞ്ഞതുകൊണ്ടാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നതിന് ഫോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഇത് ദൈവശക്തിയായി തീരുകയാണ്. യേശുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുകയും ആ വില എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാ ഒരു വലിയ ഉയർച്ച നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:10 കൂടെ, അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും 11 എല്ലാ നാവും യേശു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എല്ലാ നാമത്തിനും മുകളിലുള്ള നാമമാക്കി കാൽവരി ക്രൂശിൽ വില തന്ന പുത്രനെ ഇതാ ദൈവം മാറ്റുകയാണ്. പിതാവ് തന്ന ആ വലിയ വിലയ്ക്കായി നാം ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്തും വലിപ്പം വെളിപ്പെടാൻ പോവുകയാണ്. ഈ വചനം എന്നോട് സംസാരിച്ചു, ഈ വചനത്തിനകത്ത് എനിക്ക് വിടുതലുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വിളിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ വിളിക്കണമേ. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നെ കേൾക്കുന്നവർ ഒറ്റ വാക്ക് നമ്മൾ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ വില തന്ന് ഞങ്ങളെ സ്നേഹിച്ച യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ഇന്ന് പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് വരട്ടെ. ഇവരിന്ന് പൂർണ്ണമായ അത്ഭുതത്തിലേക്ക് വരട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇവരനുഭവിക്കുന്ന മുഴുവൻ രോഗത്തിൽ നിന്ന്, ഇവർ അനുഭവിക്കുന്ന മുഴുവൻ കടബാധ്യത്തിൽ നിന്ന്, ഇവർ അനുഭവിക്കുന്ന മുഴുവൻ പാരമ്പര്യ ശാപത്തിൽ നിന്ന് എൻ്റെ യേശുവിനെ സ്വതന്ത്രമാക്കിയതിനായി നന്ദി. കർത്താവെ, ഇവരെ കണ്ണുനീരങ്ങ് തുടച്ചതിനായി സ്തോത്രം. ഇന്നിവർ സ്വതന്ത്രരായി തിരികെയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ, നിങ്ങൾക്കൊരു പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമേ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.